അഖിലെന്താ വിളിക്കാത്തെ? അത് എന്നോട് സംസാരിക്കുമ്പോ കട്ട് ചെയ്തിട്ട് അതിന് മാത്രം ഇങ്ങോട്ടൊന്ന് കോളായിരിക്കോ? ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. അഞ്ജനയാണല്ലോ, ഇനിയിപ്പോ എന്ത് പറയും? ഹലോ അഞ്ജു. എന്താ അഖിൽ, എന്ത് മര്യാദയത്? ഒരാളെ സംസാരിച്ചിട്ട് വെച്ചിട്ട് പോയാ പിന്നെ തിരിച്ചു വിളിക്കില്ലേ? അത് അഞ്ജു, ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ടായിരുന്നു, അതാ ഞാൻ വിളിക്കാതിരുന്നേ. അത് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് വിളിക്കാന്ന് കരുതി. ഓഹോ, അപ്പൊ എല്ലാ പണിയും തീർത്ത് ബോറടിച്ചിരിക്കുമ്പോ സംസാരിക്കാനുള്ളൊരു നേരം പോക്കാണോ ഞാൻ? താൻ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് താൻ നേരം പോക്കാണെന്നോ? പിന്നെ പിന്നെ എന്താ അഖില് പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ ഫോൺ കട്ട് ചെയ്തിട്ട് പോവാൻ മാത്രം ഇമ്പോർട്ടന്റ് കോൾ ആരുടെ ആയിരുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലയന്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. വെറുതെ പറ്റിക്കാൻ നോക്കല്ലേ. പറ്റിക്കാനോ? എന്തിനാ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ കോള് വന്നപ്പോ അഖിൽ എന്തോ ടെൻഷൻ ഉള്ളതുപോലെ തോന്നി. അതൊക്കെ അഞ്ജുവിന് വെറുതെ തോന്നുന്നതാ. നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോ പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കും. അതില്ലെങ്കിലേ ഒരു റിലേഷൻ നിലനിൽക്കില്ല. ഓ, ഇപ്പൊ അങ്ങനെയായോ? എനിക്കറിയാം, ആദ്യം കാണിച്ച സ്നേഹമൊന്നും ഇപ്പൊ അഖിലിന് എന്നോടില്ല. അതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്നതാ. ആദ്യം എന്നെ ഒന്ന് മനസ്സിലാക്ക. എനിക്ക് കുറച്ച് സമയം താ. ഇതൊന്ന് തീർത്തിട്ട് ഞാൻ അഞ്ജുവിനെ വിളിക്കാം. ശരി, അഖില് ജോലി നടക്കട്ടെ, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഹലോ ഹലോ. കോൾ കട്ടായി. സർ, നീ ലേറ്റാണല്ലോ. എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് വരണ്ടേ, അതാ. ഓക്കെ, വിദേശത്ത് നിന്നും ഒരു ഡീൽ സെറ്റായിട്ടുണ്ട്. ഒരു പ്രത്യേകതരം ലോഹക്കൂട്ട് ഉപയോഗിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച 5 വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളായിട്ടുണ്ട്. ഏതോ വാൽനക്ഷത്രം പൊട്ടി വീണപ്പോ കിട്ടിയ ഏലിയൻ മെറ്റലാണെന്നും ഹിമാലയത്തിൽ നിന്നും അത്യപൂർവമായി കിട്ടുന്ന എന്തോ ഉപയോഗിച്ച് നിർമ്മിച്ച വിഗ്രഹം ഒരു സന്യാസി ഇവിടേക്ക് കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ സത്യമൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. സാധനം എടുത്തു കൊടുക്കുക, പണം വാങ്ങുക, അതാണ് നമ്മുടെ ഡീൽ. എന്തായാലും 100-300 വർഷങ്ങൾ പഴക്കമുള്ള വിഗ്രഹങ്ങളാണ്. അത് എടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എങ്കിലും അതിന് പറ്റിയ ആളുകളെ ഞാൻ സംഘടിപ്പിച്ചു തരും. ബാക്കി കാര്യങ്ങൾ നീ വേണം ഓർഗനൈസ് ചെയ്യാൻ. അത് ഞാൻ. എന്താ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തോളാം. ഗുഡ്. ഡ്രഗ്സ് കോളേജുകളിൽ എത്തിക്കുന്നതിൽ നിന്റെ ഈ ഉഴപ്പ് അവസാനിപ്പിക്കണം. ഞാൻ മനഃപൂർവ്വം ഉഴപ്പുന്നതല്ല. പോലീസ് വളരെ സ്ട്രോങ് ആണ്. എല്ലാ ഭാഗത്തും ഷാഡോ ടീമുകളുണ്ട്. പോരാത്തിന് അണ്ടർ കവർ ടീമും നമ്മുടെ പിന്നാലെയാണ്. ബിസിനസിനെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ പിന്നാലെ ആര് വന്നാലും അവരെ ഞാൻ അവസാനിപ്പിക്കും. അണ്ടർ കവർ ടീമിലുള്ളവരെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അവരിപ്പോഴും വിലസുന്നത്, ജീവനോടെ ഉള്ളത്. പക്ഷേ അതിന് അധികകാലം ഉണ്ടാവില്ല. അവരുടെ കൂട്ടത്തിലൊരുത്തനെ ഞാൻ ഉടനെ പൊക്കും. നിന്റെ വീട്ടിൽ ആരോ ഒറ്റുകാരുണ്ട്. അതാരാണെന്ന് നീ കണ്ടുപിടിച്ചോ? ഇല്ല. അച്ഛനായാലും അമ്മാവനായാലും ശത്രുപക്ഷത്ത് വന്ന മുഖം നോക്കാതെ ആയുധം എടുക്കണം. അതാണ് ശാസ്ത്രം, അതാണ് യുദ്ധനീതി. ഒരു തീരുമാനം എടുക്കുമ്പോ മനസ്സോ കയ്യോ വിറയ്ക്കരുത്. നീ വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് അതാരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ശ്രമിക്കാം. ഓക്കെ. ഓ എന്റെ മഹിയേട്ടാ, ഇവർ ഈ രാത്രി ഇവിടെ ഇല്ലായിരുന്നു. എവിടെ പോയതായിരുന്നു എന്ന് ഞാൻ ചോദിച്ചിട്ട് 2 ഒരു മറുപടി പോലും ഇല്ല. നോക്ക്, കള്ള ലക്ഷണം. സത്യാണോ ദുർഗെ, നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? അത് പറ. അല്ല ചേച്ചി, ഞാനും കിരണും പുറത്തുനിന്ന് കാറ്റ് കൊള്ളുമായിരുന്നു. കാറ്റാ? ആഹാ, ഇവിടെ എങ്ങും കാറ്റില്ല, ഇവിടെ എങ്ങും ഫാനില്ല. കള്ളത്തരം, ഫുൾ കള്ളത്തരം.
രണ്ടും കൂടി രാത്രി എവിടെയോ പോയിട്ട് ഒളിച്ചു വന്നിരിക്കുകയാണ്. അയ്യോ അല്ല, ചെറിയച്ഛൻ പറഞ്ഞത് എന്തായാലും സത്യമായിരിക്കും. ഇവർക്ക് രണ്ടിനും പണ്ട് തന്നെ ഈ ഒളിച്ചു നടത്തൊക്കെ പതിവുള്ളതാ. ആ കേട്ടാ, പണ്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ആയിരുന്നിരിക്കും, പക്ഷേ ഈ വീട്ടിൽ ഈ പരിപാടി പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. എന്തിനാ മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? പറ. നിങ്ങൾ പുറത്തേക്ക് മതിൽ ചാടി പോകുന്നത് ഞാൻ കണ്ടതാ. ആണോ? അയ്യോ, കണ്ടാ? കണ്ടാ കണ്ടാ, രണ്ടെണ്ണം മിണ്ടായിക്കുന്നുണ്ടാ. കള്ള ലക്ഷണമാണ്. കിരൺ, ദുർഗ, നിങ്ങളെ വിശ്വസിച്ചാ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ, ആ വിശ്വാസം നിങ്ങൾ തകർക്കരുത്. എന്നോട് നിങ്ങൾ കള്ളം പറയരുത്. ഞങ്ങള് പുറത്ത് പോയിരുന്നു. ആ, കണ്ടാ കണ്ടാ, ഇപ്പൊ എങ്ങനുണ്ട് എങ്ങനുണ്ട്? ഇതിനെല്ലാം ഉത്തരവാദി പൂർണിമയാണ്.